ഇത് നല്ലൊരു ബ്യൂട്ടിഫുൾ സ്ഥലമാണ്. കാര്യം എന്ന് വെച്ചാൽ ഇതൊരു ചരിത്രമായ ഒരു കാര്യമാണ്. കാര്യം ഇത് ഈ കായൽ അഷ്ടമുടി കായലുമായിട്ട് ബന്ധമുള്ളൊരു കായലാണ്. ഇത് നമ്മളെ ശിവേരി തുരങ്കം കടലുമായിട്ടുള്ള ബന്ധമുള്ളൊരു കായലാണ്. ഇത് പണ്ട് ബ്രിട്ടീഷുകാരുടെ സമയത്ത് അവർ ഷിപ്പ് വരുമായിരുന്നു ഈ കായലിൽ കൂടി. അത് അഷ്ടമുടി കായലുമായിട്ട് ബന്ധമുള്ളതാണ്. അത് അന്ന് തുരങ്കം ശിവേരി തുരങ്കമുണ്ട്, ആ കടലും ആയിട്ട് ടച്ച് ചെയ്ത് വരുന്നു. ഇന്നിത് ഒരു ബന്ധമില്ലാതെ കിടക്കുകയാണ്. കാര്യം എന്ന് വെച്ചാൽ ഇന്നിപ്പോൾ ഇതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി ബോട്ട് സർവീസ് ഉണ്ടാവും. ഇത് കടലുമായിട്ട് അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നു. നല്ലൊരു ടൂറിസ്റ്റ് കേന്ദ്രമായിട്ട് വരും ഇത്. ഇനി അതൊക്കെ മണ്ണൊക്കെ വീണ് തുരങ്കമുണ്ട്, കടലുമായിട്ട് ബന്ധപ്പെടുന്ന ഒരു സംഭവമുണ്ട്. അപ്പോൾ ആ ഒരു തുരങ്കമാണ് ഇത്. ശിവേരിയുമായിട്ടുള്ള ശിവേരിയുടെ തുരങ്കത്തിൽ ടച്ച് ആവുന്ന ഒരു സ്ഥലമാണ്. ബ്യൂട്ടിഫുൾ സ്ഥലമാണ്. കാര്യം അന്ന് കപ്പൽ വരും, ഷിപ്പ് വരും. അപ്പോൾ അന്ന് വളരെ നല്ലൊരു സ്ഥലമാണ്. കാര്യം ഇത് കടലുമായിട്ട് ബന്ധമുണ്ട്. ശിവേരിയിലാണ് നമുക്ക് തുരങ്കം, അതിൽ ഈ തുരങ്കമായിട്ട് വരും. ഇതിൻ്റെ അഷ്ടമുടി കായലുമായിട്ട് ഇത് ബന്ധമുള്ളതാണ് ഈ സ്ഥലം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ പണികളിപ്പോൾ നടക്കുന്നുണ്ട്. ഇത് കടലുമായിട്ട് ബന്ധപ്പെടുത്തേണ്ട ഒരു സമയമാണ്. ഇതിൻ്റെ തുരങ്കത്തിൽ മണ്ണെല്ലാം വീണ്, അപ്പോൾ ഈ മണ്ണൊക്കെ ക്ലിയർ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നല്ലൊരു ടൂറിസ്റ്റ് മേഖല വരും ഇത്. ഇനിയിപ്പം ഇത് കടലുമാർക്കേ വന്നിട്ട് ആ തുരങ്കം ക്ലിയറായിട്ട് കടലുമാർക്കേ വന്നിട്ട് ഇതൊരു ടൂറിസ്റ്റ് മേഖല ആവും. അത് നല്ലൊരു ബ്യൂട്ടിഫുൾ സ്ഥലമാണ്. ഇത്രയും മുമ്പിൽ ഇത് ഷിപ്പെല്ലാം വന്നുകൊണ്ടിരുന്ന സ്ഥലമാണ്. ഇപ്പം അതുകൊണ്ട് അത് തുരങ്കമൊക്കെ പിന്നെ പ്രവർത്തനമില്ലായിരുന്നു. ഇപ്പം വീണ്ടും പണി തുടങ്ങി. ഇത് ടൂറിസ്റ്റ് മേഖല ഏറ്റവും നല്ലൊരു സ്ഥലമായിട്ട് വരും. ഈ കായലെന്ന് പറഞ്ഞാൽ നമ്മൾ അഷ്ടമുടി കായലുമായിട്ട് ബന്ധമായി കിടക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അതിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് കറക്റ്റായിട്ട് അവരിത് ഇപ്പോൾ വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അന്ന് ഇംഗ്ലീഷുകാർ ഇത് അവർക്ക് വരാനും പോകാനും ഈ തുറന്നുണ്ടായിരുന്നു. അപ്പോൾ അവരുടേതായിരുന്നു. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കണം. അന്ന് തീർച്ചയായും നമുക്ക് സ്വാതന്ത്ര്യമൊന്നും കിട്ടാത്തൊരു സമയമാണ്. അപ്പം നമ്മളും ജനിച്ചിട്ടില്ല. അപ്പോൾ ഇന്ന് നമുക്ക് ഗാന്ധിജിയും അവരെ കൂടെ മുസ്ലിം, ഹിന്ദു, ക്രിസ്ത്യൻ എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് രക്തസാക്ഷിയായവരുണ്ട്, ഒരുപാട് പേരുണ്ട്. നമുക്ക് അവരോട് സത്യം എന്ത് പറഞ്ഞാലും ചെയ്യാൻ പറ്റില്ല. നമ്മളൊക്കെ ഇന്ന് ഇവിടുന്ന് സംസാരിക്കേണ്ട അവസരം തന്നെ അവരാണ്. നമുക്ക് അവരെ ബ്രിട്ടീഷുകാരെ ഈ സ്വാതന്ത്ര്യം വാങ്ങിച്ച് തന്നത് ഒരുപാട് പേര് മരണപ്പെടുകയും ചെയ്തു. അപ്പോൾ അതുകൊണ്ട് ഇത് അന്ന് അവർ തുരങ്കമായിട്ട് ഉപയോഗിച്ചത് കടൽമാർക്ക് കായലുമായിട്ട് ഇത് ബന്ധപ്പെടുന്നൊരു സ്ഥലമാണ്. ഇപ്പോൾ വീണ്ടും അതൊരു പൂർണ്ണമായിട്ടുള്ള പുതിയ വീഡിയോ എടുക്കേണ്ട കാര്യങ്ങൾ അതാണ്. അത് കാര്യം എന്ന് വെച്ചാൽ ഇത്രയും മനോഹരമായ ഒരു ബ്യൂട്ടിഫുൾ സ്ഥലം കൂടെയാണ്. അപ്പോൾ അത് ഈ ഒരു കാഴ്ചയിൽ നമ്മൾ കാണേണ്ടത്. ഇതിനിയിപ്പം ശരിയായാൽ ഇതിപ്പം നമുക്ക് ടൂറിസ്റ്റുമായിട്ട് വരും. വളരെ ടൂറിസ്റ്റുകൾക്ക് ഏറ്റവും കൂടുതൽ ഇത് കടലുമായിട്ട് ഇതിൻ്റെ ബോട്ട് മാർക്കും ചെയ്യാം. അപ്പോൾ അതിനിപ്പോൾ ഷിപ്പ് വരത്തില്ല. ആ തുരങ്കം കൂടി അവർ ക്ലിയറായിട്ട് ഇതിനിപ്പോൾ കടലുമായിട്ട് ബോട്ട് സർവീസ് ഉണ്ടാവും. അപ്പോൾ അതിൽ അഷ്ടമുടി കായലുമായിട്ട് ബന്ധപ്പെടുന്നൊരു സ്ഥലമാണ്. കാര്യം ഇത്ര നല്ല മനോഹരമായ സ്ഥലമാണ്. ഇതൊക്കെ ഞാൻ പകർത്തി തരാണ്. കാര്യം ഓരോ വീഡിയോകളും ഞാൻ പകർത്തി തരാണ്. കാര്യം ഇത്രയും ബ്യൂട്ടിഫുൾ സ്ഥലമാണ്. ഇനി വേറൊരു കാര്യം എന്ന് വെച്ചാൽ ദാ പോയി ദാ വന്നു.